ശബരിമല വിഷയത്തിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ച NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ കരയോഗങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്നും വ്യാപക പ്രതിഷേധം. ചെങ്ങന്നൂർ പെരിശ്ശേരി പടിഞ്ഞാറ് കരയോഗം പ്രവർത്തകർ ജി സുകുമാരൻ നായർക്കെതിരെ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഫ്ലക്സ് ബോർഡുകളും കയ്യിലേന്തിയായിരുന്നു പ്രതിഷേധം. നെയ്യാറ്റിൻകരയിൽ NSS ജനറൽ സെക്രട്ടറിയുടെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. മാണിനാട് കരയോഗം ഭാരവാഹികളാണ് കോലം കത്തിച്ചത്. ശരണം വിളിയോടെയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. പത്തനംതിട്ട ഓമല്ലൂരിൽ കരയോഗം പ്രവർത്തകർ ജനറൽ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. എറണാകുളം കോലഞ്ചേരിയിലും കരയോഗം ഓഫീസിന് മുന്നിൽ നേതൃത്വത്തിനെതിരെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു. കേട്ടില്ല. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ്, ഇന്നും വിവിധ മേഖലകളിൽ കരയോഗങ്ങൾ കേന്ദ്രീകരിച്ച് NSS ജനറൽ സെക്രട്ടറിക്കെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? ഏതൊക്കെ മേഖലകളിലാണ് പുതുതായി പ്രതിഷേധം നടന്നത്? അതിൽ NSS നേതൃത്വത്തിന്റെ ഇടപെടൽ അത് പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത്തരം കരയോഗങ്ങളിലെ പ്രവർത്തകരുമായി സംസാരിക്കുന്നതിനോ എന്തെങ്കിലും ഇടപെടൽ NSS ആസ്ഥാനത്ത് നിന്നുണ്ടാകുന്നുണ്ടോ മനീഷ്? വിജയകുമാർ, ജി സുകുമാരൻ നായർക്കെതിരായ പ്രതിഷേധം ഇപ്പോൾ അത് പരസ്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കത്തിരിക്കുന്നു. അങ്ങനെ NSSനകത്ത് ആ വിവാദം കത്തുകയാണ്. ആദ്യ ദിവസങ്ങളിൽ അത് പത്തനംതിട്ടയിലായിരുന്നു. ആദ്യം 3 സ്ഥലങ്ങളിൽ ഒരേ നിറത്തിലുള്ള ഒരേ ഡിസൈനുള്ള കട്ടപ്പയുടെ ചിത്രമൊക്കെ വെച്ച് പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു കട്ടപ്പയാണെന്ന രീതിയിൽ ജി സുകുമാരൻ നായരെ അവരോധിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഉയർന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെ മധ്യകേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ എറണാകുളത്തും ആലപ്പുഴയിൽ അമ്പലപ്പുഴയിലും പത്തനംതിട്ടയിലും മാത്രമല്ല, ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൂടി ആ പ്രതിഷേധം വ്യാപകമാകുന്നു എന്നതാണ്. ഇത് സംബന്ധിച്ച് NSS ഇതുമായി ബന്ധപ്പെട്ട് ജി സുകുമാരൻ നായർ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ് സർക്കാരുമായി ശരിദൂരമുള്ളത്. രാഷ്ട്രീയപരമായി അത് സമദൂരം തന്നെയാണ് തങ്ങളുടെ നിലപാട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നവർക്ക് NSSോ കരയോഗമായോ യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇതാ നെയ്യാറ്റിൻകരയിൽ നടന്ന സംഭവത്തിൽ നെയ്യാറ്റിൻകരയിൽ NSS കരയോഗത്തിന് ഓഫീസിനുള്ളിൽ വെച്ചാണ് അവർ പ്രതിഷേധ യോഗം കൂടിയത്. അതിനുശേഷം NSS കരയോഗത്തിൻ്റെ ആ യൂണിയൻ ഓഫീസിൻ്റെ ആ കരയോഗ ഓഫീസിൻ്റെ മുൻപിൽ വെച്ചാണ് അവർ കോലം കത്തിക്കുന്ന രീതിയിലേക്ക് എത്തിയത്. അങ്ങനെ ഇന്ന് പ്രതിഷേധം ഉണ്ടായത് കോലഞ്ചേരിയിലുണ്ടായി. കോലഞ്ചേരിയിൽ 1665 നമ്പർ പാങ്കോട് NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഫ്ലെക്സ് ഉയർന്നു. ഒപ്പം തന്നെ പത്തനംതിട്ട ഓമല്ലൂരിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ഒപ്പം തന്നെ ആലപ്പുഴ ചെങ്ങന്നൂരിൽ പേരിശ്ശേരി പടിഞ്ഞാറ് NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ ബോർഡ് സ്ഥാപിച്ചു. അതിലെഴുതിയത് കട്ടപ്പ നായർക്ക് ആദരാഞ്ജലികൾ എന്ന രീതിയിലായിരുന്നു. പിന്നീട് ഉണ്ടായതാണ് ഇന്ന് വൈകിട്ട് രാത്രിയോടുകൂടി തന്നെയാണ് നെയ്യാറ്റിൻകരയിൽ ശരണം വിളിച്ചുകൊണ്ടാണ് ഈ NSSൻ്റെ സമുദായ അംഗങ്ങൾ കട്ടപ്പ എന്ന രീതിയിൽ, അതായത് സമുദായത്തിനെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏകപക്ഷീയമായ നിലപാടാണ് എടുക്കുന്നത്. സമുദായമായി ആലോചിച്ചോ സമുദായത്തിൻ്റെ നിലപാടല്ല. ജി സുകുമാരൻ നായർ എന്തോ ചില കാര്യങ്ങൾ ഭയക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അത് ഒളിക്കുവാൻ വേണ്ടിയിട്ട് സർക്കാരിൽ നിന്നും ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ അനുകൂല നിലപാടെടുക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ വ്യാപകമായി NSSനെത്തുന്നു. ഇതിനെ NSSൻ്റെ ജനറൽ സെക്രട്ടറിയെ അനുകൂലിച്ചുകൊണ്ട് സർക്കാരിൽ നിന്നുള്ള മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു. പക്ഷേ KB ഗണേഷ് കുമാറിനെതിരെ കൂടി ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നുണ്ട് ആ നിലയ്ക്ക് തന്നെ. കാരണം ഏതെങ്കിലും ഒരു സമുദായ അംഗം, കുടുംബത്തിൻ്റെ 4 അംഗങ്ങൾ, ആ കുടുംബത്തിലെ 4 അംഗങ്ങൾ ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധിച്ചാൽ അല്ലെങ്കിൽ രാജിവെച്ചാൽ അത് NSSൻ്റെ മൊത്തം നിലപാടാണ്. NSS ആകെ ഇല്ലാതായി പോകുമെന്നൊരു നിലപാട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. അങ്ങനെ ആ തലത്തിൽ NSS അതിനെ നോക്കിക്കാണുന്നു. പക്ഷേ സർക്കാർ ഈ വിധത്തിലുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ല, തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ NSSുമായി കൂടുതൽ അടക്കുന്ന ഒരു അടവ് തന്ത്രം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട അനുമതി ലഭിക്കുന്നതടക്കം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് NSS SNDP യോഗത്തിന്റെ കൂട്ടുകൂടുമോ എന്നുള്ള നിലപാട് നേരത്തെ തന്നെ സർക്കാർ അറിഞ്ഞിരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് PJ കുര്യൻ NSS ആസ്ഥാനത്തെത്തി അദ്ദേഹത്തെ നേരിൽ കണ്ടിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തും BJPക്കകത്തും ആ രീതിയിലുള്ള മുറുമുറുപ്പുണ്ടെങ്കിൽ കൂടി NSSനുമായി പിണക്കാൻ
ഈ സന്ദർഭത്തിൽ കോൺഗ്രസോ BJPയോ തയ്യാറല്ല. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ കൂടി പ്രതിഷേധം കനക്കുകയാണെങ്കിൽ എന്ത് തരത്തിലുള്ള നിലപാടെടുക്കും, ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി ഇനി NSSൽ അകത്തുണ്ടാകുമോ? ശരി മനീഷ്, ഏതായാലും ഈ പ്രതിഷേധം ഇന്നും തുടർന്നു. പല കരയോഗങ്ങളിൽ നിന്നും പ്രവർത്തകരുടെ പ്രതിഷേധം ഇന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും അത് കുറെ കൂടി വ്യാപിക്കുന്നുണ്ട്. അത്തരം വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.